സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും ഒരുമിച്ച് ചേർന്ന് ഒപ്പുവെച്ച മക്ക കരാറായിരുന്നു പോയ വാരത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. എന്താണ് ഈ കരാർ ലക്ഷ്യം വെക്കുന്നത്? ഈ കരാർ പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത്? ഈ കരാർ ആർക്കായിരിക്കും പ്രധാനമായും പ്രതിസന്ധി ഉണ്ടാക്കുക? പശ്ചിമേഷ്യയിൽ സൈനിക സംഘർഷങ്ങളും യുദ്ധ സാഹചര്യങ്ങളും നിലനിൽക്കുന്നതിനിടെയാണ് സൗദിയും പാകിസ്ഥാനും തുർക്കിയും സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെയുണ്ടാകുന്ന സായുധ ആക്രമണം 3 രാജ്യങ്ങൾക്കു നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്നാണ് സംയുക്ത പ്രസ്താവന പറയുന്നത്. കരാറിന്റെ വിശദമായ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റുന്നതാണ് പുതിയ സഖ്യം. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഖാനും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും കരാർ ഒപ്പിടാൻ നേരിട്ട് മക്കയിലേക്ക് എത്തിയിരുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത്. മേഖലയിൽ സുസ്ഥിരതയും സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുകയാണ് ത്രിരാഷ്ട്ര സഖ്യത്തിന്റെ ലക്ഷ്യമെന്ന് സൗദി തുർക്കി പാക് കരാർ പറയുന്നു. ഏകദേശം 1 വർഷത്തോളം നീണ്ട ചർച്ചക്കൊടുവിലാണ് കരാർ അന്തിമഘട്ടത്തിലെത്തിയത്. ഈ 3 രാജ്യങ്ങളുടെയും ഒത്തുചേരൽ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സമവാക്യങ്ങളെ പൂർണ്ണമായി തിരുത്തിയെഴുതുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരും മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. നാറ്റോ അംഗമായ തുർക്കിയുടെ അത്യാധുനിക ഡ്രോണുകളും വ്യോമശേഷിയും പാകിസ്ഥാന്റെ അണുവായുധ ശേഷികളും സൗദി അറേബ്യയുടെ കരുത്തുറ്റ സാമ്പത്തിക ശക്തിയും ഒന്നിക്കുമ്പോൾ ഇത് മേഖലയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രതിരോധ കൂട്ടുകെട്ടായി മാറും. വർഷങ്ങളായി നിലനിൽക്കുന്ന ഉഭയകക്ഷി സൈനിക ബന്ധത്തിന്റെ തുടർച്ചയാണ് പുതിയ സഖ്യം. പതിറ്റാണ്ടുകളായി സൗദി സൈന്യത്തിന് പരിശീലനവും സാങ്കേതിക സഹായവും പാകിസ്ഥാൻ നൽകുന്നുണ്ട്. തുർക്കിയും പാകിസ്ഥാനും തമ്മിലാകട്ടെ യുദ്ധക്കപ്പലുകളും പരിശീലന വിമാനങ്ങളും കൈമാറുന്ന സൈനിക സഹകരണവുമുണ്ട്. 2023 തുർക്കിയിൽ നിന്നും വൻതോതിൽ ഡ്രോണുകൾ വാങ്ങാൻ സൗദിയും കരാറിലെത്തിയിരുന്നു. മേഖലയിൽ ഇറാൻ അനുകൂല കക്ഷികളുടെ സൗദിക്കെതിരായ നീക്കം, ഇസ്രായേലിന്റെ മേഖലയിലെ തുടർ നീക്കങ്ങൾ എന്നിവക്കെതിരെയും സഖ്യത്തിന്റെ രൂപീകരണം നിർണായകമാണ്. മേഖലയിൽ ഇറാൻ യുദ്ധത്തോടെ അമേരിക്കയുടെ സുരക്ഷാ ഉറപ്പുകൾക്കേറ്റ പോറലിന്റെ പശ്ചാത്തലവും കരാറിനുണ്ട്. ആക്രമണം എന്നതിനേക്കാൾ പ്രതിരോധം, മേഖലയിലെ സമാധാനം, സാമ്പത്തിക ഭദ്രത എന്നിവ ഉറപ്പുവരുത്തുകയാകും കരാർ ചെയ്യുക. കരാർ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ 3 രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിമാരും സൈനിക നേതൃത്വവും സംബന്ധിച്ചിരുന്നു. പാകിസ്ഥാനും തുർക്കിയും ഉൾപ്പെടുന്ന ഒരു പ്രതിരോധ സഖ്യം ഇന്ത്യ തന്ത്രപരമായി വളരെ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. സൗദി അറേബ്യ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളിയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഓരോ വർഷവും ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ഇന്ത്യ സൗദി അറേബ്യയുമായി വളരെ അടുത്ത തന്ത്രപ്രധാന പങ്കാളിത്തവും സാമ്പത്തിക സുരക്ഷാ ബന്ധങ്ങളും അതിനായുള്ള കരാറുകളും പുലർത്തുന്നുണ്ട്. ഗൾഫ് മേഖലയിൽ UAE, സൗദി, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുമായി ഒരേ സമയം മികച്ച ബന്ധം പുലർത്തുന്ന ബഹുമുഖ വിദേശ നയമാണ് ഇന്ത്യയുടേത്. ഇതിനാൽ തന്നെ കരാറിൽ ഇന്ത്യയുടെ നിലപാടും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു. ഇന്ത്യയും സൗദിയും തുടരുന്ന മികച്ച ബന്ധത്തിൽ പോറലുണ്ടാക്കാൻ കരാറിനാകില്ലെന്ന വിലയിരുത്തലിലാണ് നയതന്ത്ര ലോകം. പ്രത്യേകിച്ചും സൗദി ഈ കരാർ വഴി ലക്ഷ്യമിടുന്നത് സൈനിക നീക്കങ്ങളല്ലെന്നും പ്രതിരോധമാണെന്നും പ്രസ്താവനകൾ ആവർത്തിച്ചു പറയുന്നുണ്ട്. സാമ്പത്തികമായി വിഷൻ 2030 ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോകുന്ന സൗദി ഇന്ത്യയിലും ഇന്ത്യൻ നിക്ഷേപകർ തിരിച്ചും സഹകരണം വർദ്ധിപ്പിക്കുന്ന ഘട്ടം കൂടിയാണിത്. ആ നിലക്ക് മേഖലയിലെ സമാധാനം എന്ന ഫോർമുലയിലാകും പ്രവർത്തനമെന്നാണ് സഖ്യത്തിന്റെ പ്രസ്താവന നൽകുന്ന സൂചനകളെല്ലാം. നാറ്റോയിലുള്ള തുർക്കിക്കും സൗദിയുടെ അതേ നിലപാടാണ്. ഭാവിയിലെ സംഘർഷ സാഹചര്യങ്ങളിൽ പ്രഷർ ഗ്രൂപ്പാകാൻ സഖ്യത്തിന് സാധിക്കുമോ എന്ന പരീക്ഷണം കൂടിയാണിത്. ഇനി പശ്ചിമേഷ്യയിൽ സൗദി തുർക്കി പാക് സഖ്യത്തിന്റെ റോൾ എന്താകുമെന്ന് നോക്കാം. പ്രത്യേകിച്ചും ഏതെങ്കിലും രാജ്യത്തിനെതിരല്ല സഖ്യമെന്ന് പറയുമ്പോഴും സൗദിയെ സംബന്ധിച്ച് മേഖലയിൽ ചില വെല്ലുവിളികളുണ്ട്. വളർന്നുവരുന്ന ഇറാന്റെയും ഇസ്രായേലിന്റെയും സ്വാധീനം, അത് മേഖലയിൽ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക ആഘാതങ്ങൾ, യമനകത്തുള്ള ഇറാന്റെ നീക്കങ്ങൾ, ഇറാഖിൽ നിന്നുള്ള ഇറാൻ അനുകൂല സഖ്യത്തിന്റെ വെല്ലുവിളി എന്നിങ്ങനെ പോകുന്നു. അത് സുരക്ഷാ കരാറിൽ ഉറപ്പ് പറഞ്ഞിട്ടും അത് പാലിക്കാൻ കഴിയാത്ത US-ന്റെ നിലവിലെ സാഹചര്യത്തിൽ ബദൽ വഴിയും സൗദി സമാന്തരമായി ഇതുവഴി കണ്ടുവെക്കുന്നു. മേഖലയിൽ ഉയർന്നുവരുന്ന സങ്കീർണമായ വെല്ലുവിളികളെ തടയാനുള്ള കൃത്യമായ ഒരു പ്രതിരോധ കവചമാണ് ഈ കരാർ.
മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാമ്പത്തിക ശക്തി സമവാക്യങ്ങൾ മാറിമറിയുന്ന ഒരു ഘട്ടം കൂടിയാണിത്. മേഖലയിൽ വളർന്നുവരുന്ന ഇറാന്റെയും ഇസ്രായേലിന്റെയും സ്വാധീനമാണ് സൗദിയും സഖ്യരാജ്യങ്ങളും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി. ഇറാന്റെ പരോക്ഷ യുദ്ധതന്ത്രങ്ങളും അഥവാ പ്രോക്സി വാർഫെയറും ഒപ്പം ഇസ്രായേലിന്റെ അഗ്രസീവായ സൈനിക ഇടപെടലുകളും ഇത് പശ്ചിമേഷ്യയിൽ വലിയ രാഷ്ട്രീയ സാമ്പത്തിക ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ചെങ്കടൽ വഴിയുള്ള സമുദ്ര വ്യാപാര തടസ്സങ്ങൾ, സൗദിയുടെ അടക്കം വിദേശ നിക്ഷേപങ്ങളിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വം, ഊർജ്ജ വിപണിയിലെ വിലക്കയറ്റം ഇവ മേഖലയിലെ രാജ്യങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ യമനിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂത്തി വിമതരുടെ ആക്രമണങ്ങളും ഇറാഖിൽ നിന്നുള്ള ഇറാൻ അനുകൂല മിലീഷ്യയിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണിയും സൗദിയുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്കും നിരന്തരം ആശങ്കയുണ്ടാക്കുന്നതാണ്. പരമ്പരാഗതമായി ഇത്തരം ഭീഷണികളിൽ സൗദി അറേബ്യ ആശ്രയിച്ചിരുന്നത് അമേരിക്ക നൽകിയിരുന്ന സുരക്ഷാ കവചത്തെയായിരുന്നു. എന്നാൽ ഇത് കൃത്യമായി പാലിക്കാനാകില്ലെന്ന് ഈ കഴിഞ്ഞുപോയ യുദ്ധത്തിന്റെ ഓരോ ഘട്ടവും തെളിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വാഗ്ദാനം പാലിക്കാൻ കഴിയാത്ത US വിദേശ നയത്തിന്റെ നിലവിലെ അവസ്ഥ സൗദിയെ ബദൽ മാർഗങ്ങളിലേക്ക് ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന അസ്ഥിരതകളും ഇസ്രായേലിന്റെ താൽപ്പര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന US സമീപനവും കാരണം വാഷിംഗ്ടണിനെ അന്ധമായി വിശ്വസിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് സൗദി തിരിച്ചറിയുന്നു. ഇതിനുള്ള ഒരു സമാന്തര ബദൽ വഴി എന്ന നിലയിലാണ് സൗദി ഈ സഖ്യത്തെ കണ്ടുവച്ചിരിക്കുന്നത്. അതായത് US-നെയും ഇതര സുരക്ഷാ സാധ്യതകളെയും ഒരേ സമയം ചേർത്തുകൊണ്ടുള്ള ദൗത്യം. ലക്ഷ്യം ഒന്ന് മാത്രമാണ്: മേഖലയിൽ സമാധാനമില്ലാതെ സാമ്പത്തിക സുരക്ഷാ ഭദ്രതയുണ്ടാകില്ല. ഈ സഖ്യം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇന്ത്യയിൽ നടക്കമുള്ള കയറ്റുമതിയും ബാബുൽ മന്ദബിൽ തടസ്സങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ പ്രഷർ ഗ്രൂപ്പായി പ്രവർത്തിക്കാൻ ഈ സഖ്യത്തിനാകുമോ? ഒരു ഘട്ടത്തിൽ തുർക്കിയുമായി അകന്ന സൗദി വീണ്ടും സജീവമായി സഖ്യത്തിലേക്ക് അടുക്കുമ്പോൾ അത് സൗദിക്ക് നേട്ടമുണ്ടാക്കുമോ? സാമ്പത്തികമായി തകർന്ന പാകിസ്ഥാന് നിരന്തരം എന്നോണം സാമ്പത്തിക പിന്തുണ കൊടുത്ത രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. ആ നിലക്ക് കൂടെ നിൽക്കുന്ന പാകിസ്ഥാന് അവരുടെ ആഭ്യന്തര സാമ്പത്തിക തകർച്ചയിൽ നിന്നും കരകയറി സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ? ലോകം ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒന്നുറപ്പാണ്, ഒട്ടും പോസിറ്റീവായല്ല ഇസ്രായേൽ സൗദിയുടെ സഖ്യത്തെ കാണുന്നത്. മാത്രവുമല്ല, അബ്രഹാം അക്കോർഡിലേക്ക്, അതായത് സൗദി അറേബ്യ ഇസ്രായേലിന് അടുത്തൊട്ടും കൈകൊടുക്കാൻ പോകുന്നില്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ സഖ്യം. അത് ഈ ദിനങ്ങളിലെ ഇസ്രായേൽ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ തന്നെ പറയുന്നുമുണ്ട്.